ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പാണോ? നമ്മൾ നാലെണ്ണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കവറേജ് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഇത് ഈ ചെയ്യുന്ന കുട്ടികൾക്കും അവരോടൊപ്പം ഇത് കാണുന്നവർക്കും ഒരു പ്രയോജനമായിരിക്കും. മയക്കുമരുന്നിനിരയായവരെ കണ്ടെത്താനും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പോലീസിന്റെ യോദ്ധാവ്, അത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ ലോകമെങ്ങും ശക്തി പ്രാപിക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു ഫ്ലാഷ് മോബ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഇവർ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പയിൻ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ്. നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 2022 വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ഈ പദ്ധതിക്ക് രൂപീകരണം നൽകിയത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ്, സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരും ഈ പദ്ധതിയുടെ ഭാഗമാണ്. മയക്കുമരുന്നിനിരയായവരെ കണ്ടെത്താനും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള ഓരോ അധ്യാപകരെ വീതം എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുകയും അവർക്ക് കൃത്യമായ 2 ദിവസത്തെ പരിശീലനം നൽകിയ ശേഷം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും അവരുടെ സേവനം വിനിയോഗിക്കും. കൂടാതെ സംസ്ഥാനത്ത് 1000-ഓളം സ്കൂളുകളിൽ നിന്നുമായി 88,000-ഓളം SPC കേഡറ്റുകളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ സ്കൂളിലെ SPC കേഡറ്റുകളും ഈ പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളത് വളരെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ മാർച്ച് മാസം മാത്രമായി 5000-ഓളം പേരാണ് ഈ യോദ്ധ ആപ്പിന്റെ സഹായം തേടിയത്. ലഹരിയുടെ വിപത്തും കടത്തും സംബന്ധിച്ച് രഹസ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി വാട്സ്ആപ്പ് നമ്പറും ടോൾ ഫ്രീ നമ്പറും പോലീസ് വകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ നമ്പറുമായി ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ വളരെ രഹസ്യകരമായിരിക്കും. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഐഫ, ആമി, ശിവാനി, ശിവഹരി, ഷിഫാന, മാമണി, തഹിയ എന്നിവർ പങ്കെടുത്ത ഈ ഫ്ലാഷ് മോബിൽ നിന്ന് ലഹരി ഉപയോഗം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലഹരിക്കെതിരെ നടക്കുന്ന വലിയ ക്യാമ്പയിനുകൾ സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് അല്ലേ ടീച്ചറെ ആരംഭിച്ചിരിക്കുന്നത്? ടീച്ചറെ, എങ്ങനെയാണ് നമ്മുടെ ഈ പഠനോത്സവത്തിന്റെ ഭാഗമായി നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ മികവുകൾ മറ്റുള്ളവരെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സാധാരണ വെക്കേഷൻ സമയമാണ്, പിള്ളേരൊക്കെ കറങ്ങി നടക്കുന്ന സമയമാണ്. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇത് കുട്ടികളുടെ പഠന പ്രവർത്തനം തന്നെയാണല്ലോ. കുട്ടികൾക്ക് ഇറങ്ങി നടക്കുന്നത് കൊണ്ടിട്ട് നമ്മളെ കുട്ടികളുടെ മികവുള്ള അവർ ഇതിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ മികവുകളാണ് അത് അതിനവർ സന്തോഷമാണ്.
ഇനി എത്ര നടത്തുന്നില്ല. ഇതിപ്പോ ഞങ്ങൾ 4 5 പ്ലാൻ ചെയ്ത് വരാനൊന്നും ഒരു മടിയുമില്ല. ഒരു മടിയില്ല. അവർ രാവിലെ സ്കൂളിൽ വരും. 5 നമ്മൾ തയ്യാറാക്കിയത്. സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികളാണ്? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വരെ. അപ്പോൾ നമ്മൾ ഈ സംഘടിപ്പിച്ചിരുന്ന ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഫ്ലാഷ് മോബ് അടക്കം ഞങ്ങൾ കാണുമായിരുന്നു. അത്രയും ലഹരിക്കെതിരെ നമുക്ക് ഈ സമൂഹത്തിൽ കൊടുക്കേണ്ട ഏറ്റവും വലിയ മെസ്സേജുകൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് തന്നെ ഈ ഫ്ലാഷ് മോബ് ഇപ്പൊ നമ്മൾ 4 നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കവറേജ് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഇത് ഈ ചെയ്യുന്ന കുട്ടികൾക്കും അവരോടൊപ്പം ഇത് കാണുന്നവർക്കും ഒരു പ്രയോജനമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയുടെ എല്ലാ തലങ്ങളിലേക്കും കുട്ടികളെ എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതല്ല, അത് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ സബ് ജില്ലയിൽ നമ്മൾ ചെയ്യുന്നു. ഇതുപോലെ എല്ലാ സ്കൂളുകാരും, എല്ലാ ജില്ലയിലും മുഴുവൻ സ്കൂളുകാരും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അവരുടെ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ജില്ലയിൽ മുഴുവൻ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് മറ്റു സാമ്പത്തികം ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സ്കൂളിൽ ഒതുങ്ങിക്കൊണ്ട് നമ്മുടെ ചടയമംഗലം സബ് ജില്ല പറ്റിയ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മൾ 5 ചെയ്തു. 100% വിജയകരമായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് ഏകദേശം മനസ്സിലാക്കി. 100% വിജയകരമായി. ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് എൻ്റെ കൂടെയുള്ളത്. ഇവർ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലേ? അങ്ങനെ തന്നെയാണ് അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ഫ്ലാഷ് മോബിന്റെ കണ്ടന്റ് എന്തുവായിരുന്നു? ലഹരിക്കെതിരെ നമ്മളിപ്പോ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരിയുടെ പ്രശ്നം. പുതുതലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം. അപ്പൊ ലഹരിക്കെതിരെ നമുക്ക് ചുറ്റുപാട് ഇപ്പോഴും ഉണ്ട്. സ്കൂളുകളിലും പുറത്ത് സൊസൈറ്റിയിലും മൊത്തം ഇപ്പൊ ലഹരിയാണ്. അപ്പൊ അതിനെതിരെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരിക്കലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇടപെടില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഉറപ്പാണോ? യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ചെന്നപ്പെടില്ല അല്ലേ? ഷുവറല്ലേ? കുട്ടികളെടുക്കുന്ന തീരുമാനം കണ്ടോ? അവരൊരിക്കലും ലഹരിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രശ്നങ്ങളിലും ചെന്നപ്പെടില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ എങ്ങനെ മെസ്സേജ് ചെയ്യും? അതിനെതിരെ പ്രതികരിക്കും. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്, SPC-യിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സും അവിടെ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരുമായിട്ട് കൗൺസിലേഴ്സ് ആയിട്ട് ബന്ധമുണ്ട്. SPC ഇപ്പോൾ ഒരു സിരി ഹെൽപ്പ് ലൈൻ, യോദ്ധാവ്, ഇത് കണക്ക് പല തരത്തിലുള്ള പദ്ധതികൾ SPC ഉണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ അറിയിച്ച് അതിനെതിരെ പ്രവർത്തിക്കും. നമ്മളുടെ പരിസരത്തോ ചുറ്റുവട്ടങ്ങളിലോ കാണുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാനുള്ള എങ്ങനെയാണ് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി SPC-യുടെ പോലീസിന്റെ യോദ്ധാവ്, അത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അവർ ഈ കേരള സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന യോദ്ധാവ് എന്ന് പറയുന്ന സംഘടന ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ഫലം കണ്ടിരിക്കുന്നു. കാരണം ഈ കുട്ടികളൊക്കെ തന്നെ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുന്ന കുട്ടികളാണ്. അതോടൊപ്പം തന്നെ അവർ സംഘടിപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അവരുടെ ശരിക്കും ഓരോ ദിവസവും അവർ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായിട്ട് തന്നെ ലഹരി തുടച്ചു നീക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പുമായിട്ടാണ് ഈ കുഞ്ഞ് തലമുറ ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം വിൽവനിച്ച് ഡിസ്മാൻസ്.